എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 15-ന്റെ 33 മുതൽ 36 വരെ. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു. 7 കുറെ ചെറുമീനും ഉണ്ട് എന്നവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ എവിടെ? ഒരു സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ശരാശരി മനുഷ്യൻ്റെ ചോദ്യമാണ്. സാഹചര്യം, സാധ്യത ഇവ രണ്ടും മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു പ്രതികരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാൻ കൂടി വന്ന ആളുകൾ, അത്ഭുത പ്രവർത്തികൾ കണ്ടവർ, സൗഖ്യം പ്രാപിച്ചവർ, അവർ 3 ദിവസമായി ഭക്ഷണം ശരിയായി കഴിക്കാതെ ഇരിക്കുന്നവരാണ് എന്ന് കർത്താവിന് മനസ്സിലാകുന്നു. അവരെ തൃപ്തിപ്പെടുത്താനുള്ള സാധ്യതയെ ആരായുകയും ചെയ്യുന്നു. അവിടെയാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഇത്രയും വലിയൊരു പുരുഷാരം അവർക്ക് എങ്ങനെയാണ് ആഹാരം കൊടുക്കാൻ സാധിക്കുക? അത്ഭുതകരമായ വിധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ധൈര്യം പ്രാപിക്കണമെന്ന് ഈ വേദഭാഗത്തിൽ ശിഷ്യന്മാരുടെ ചോദ്യത്തിലൂടെ ഒരു സൂചനയുണ്ട്. ഇന്നലകളിൽ നമ്മെ സമൃദ്ധിയായി നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ നാളെയെക്കുറിച്ചോ ഇന്നിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചോ സംശയിക്കാൻ പാടില്ല. കർത്താവിൻ്റെ ചോദ്യം നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നതാണ്. അപ്പോൾ അവർ കണ്ടെത്തിയത് 7 അപ്പവും കുറെ ചെറിയ മീനുമാണ്. ഈ ഒരു അറിയിപ്പ് കിട്ടുമ്പോഴേ കർത്താവ് പറയുന്നു, എല്ലാവരും നിലത്ത് ഇരിക്കുക. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറുത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനെ വാഴ്ത്തി നുറുക്കി സമൃദ്ധിയായി നൽകാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് എന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 5 അപ്പവും 2 മീനുമാണ്. ഇവിടെ 7 അപ്പവും കുറെ ചെറിയ മീനുകളും. സംഭവം രണ്ടും ഒന്നാണെങ്കിലും അതിൻ്റെ അർത്ഥം ഏത് അസാധ്യതകളിലും ദൈവസന്നിധിയിൽ നമുക്കൊരു സാധ്യത ഉണ്ട് എന്ന കൃത്യമായ മറുപടിയാണ്. നമ്മൾ നോക്കുന്നത് മാനുഷികമായ കണ്ണടകളിലൂടെയാണ്. ദൈവത്തിൻ്റെ കണ്ണട അത് നമ്മൾ കാണാതെ പോകുന്നു. മനുഷ്യർ പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിന് വലിയൊരു പ്രവൃത്തിയുണ്ട്. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ശിഷ്യന്മാരത് പുരുഷാരത്തിന് കൊടുത്തു. 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും തൃപ്തരായി. ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു എന്ന് കാണുന്നു. തിന്ന ആളുകൾ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാരായിരുന്നു. 4000 പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും ഓരോ ഭാര്യ ഉണ്ടെങ്കിലും 8000 കുഞ്ഞുങ്ങൾ, 12 വയസ്സിന് താഴെയുള്ളവർ സംഖ്യയിൽ ഉൾപ്പെടില്ല. 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും ഈ 4000 പുരുഷന്മാർക്ക് 2 കുഞ്ഞുങ്ങൾ. അങ്ങനെ തന്നെ 4 4 8 16,000 പേര് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ
നമ്മുടെ സംഖ്യാശാസ്ത്രങ്ങൾക്കും സാധ്യതകൾക്കുമൊന്നും വലിയ പ്രസക്തിയില്ല. നമ്മൾ അസാധ്യമെന്ന് കാണുന്നതിനെ ദൈവം സാധ്യമാക്കും. നമ്മൾ നിന്നുപോയി എന്ന് കരുതുന്ന ഇടങ്ങളിൽ കർത്താവ് പുതിയ വാതിൽ തുറന്ന് തരുന്നു. ദൈവം തുറക്കുന്ന വാതിൽ അടയ്ക്കാൻ മനുഷ്യന് കഴിയില്ല. ദൈവം അടയ്ക്കുന്ന വാതിൽ തുറക്കാനും മനുഷ്യർക്ക് സാധ്യമല്ല. നമ്മുടെ ആവശ്യങ്ങളിൽ ഈ ദൈവസന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ കയ്യിലുള്ളത് നൽകുമ്പോൾ, ദൈവം അതിനെ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സാധ്യതകളുടെ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാനുഷികമായ അസാധ്യതയേക്കാൾ ദൈവികമായ സാധ്യതയുടെ വാതിലുകൾ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അവിടുന്ന് ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളുടെ തൃപ്തി ദൈവത്തിൻ്റെ ആവശ്യമായി കരുതുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് സമൃദ്ധിയായ ജീവനുണ്ടാകാൻ ഭൂമിയിൽ വന്നുവെന്ന് നിങ്ങളുടെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായും സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയും കരുണയും അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.